രണ്ടു രാഷ്ട്രങ്ങളെയും ദൈവപുത്രനെയും അവതരിപ്പിക്കുകയും ക്രിസ്തു ദൈവത്തിൻ്റെ അഭിഷിക്തനായ രാജാവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ടാം സങ്കീർത്തനം രാജകീയ സങ്കീർത്തനമാണ്. കാരണം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിനെതിരായി ജാതികളും യഹൂദന്മാരും ഉയർത്തുന്ന എതിർപ്പ് നമുക്കിവിടെ കാണാം. 1 മുതൽ 3 വാക്യത്തിനുള്ളിൽ നാം ഇത് വായിക്കുമ്പോൾ രാജാവ് തിരസ്കരിക്കപ്പെടുകയും ജനങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. 4 മുതൽ 6 വാക്യത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ വിജയവും ശത്രുക്കളുടെ നാശവും കാണുന്നതിനൊപ്പം രാജാവ് വാഴിക്കപ്പെടുകയും പിതാവ് സംസാരിക്കുകയും ചെയ്യുന്നതും വ്യക്തം. 7 മുതൽ 9 വാക്യം വരെ പുനരുദ്ധാന ശേഷമുള്ള സുവിശേഷ പ്രഖ്യാപനവും അതോടൊപ്പം രാജാവ് ഭരിക്കുകയും പുത്രൻ സംസാരിക്കുകയും ചെയ്യുന്നതും കാണാം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ് പ്രധാനം. രാജാവ് വിളംബരം ചെയ്യുകയും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ചെയ്യുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും ന്യായാധിപതികൾ തമ്മിൽ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെതിരെയുള്ള മനുഷ്യൻ്റെ പകയുടെ തീവ്രതയാണ് ഈ വിവരണം. എങ്കിലും അവനെതിരെയുള്ള നിരൂപണങ്ങൾ വ്യർത്ഥമായി പോകുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവം ചിരിക്കുന്നതായി വേദപുസ്തകത്തിൽ 4 തവണ കാണുന്നു. ഇത് അനുമോദനത്തിൻ്റെ ചിരിയല്ല, പ്രത്യുത പരിഹാസത്തിൻ്റെയും ന്യായവിധിയുടെയും ചിരിയാണ്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അനീതിയുടെയും അധർമ്മത്തിൻ്റെയും പാതയിൽപ്പെട്ട് ജീവിത വഴിയിൽ യൗവനത്തിൻ്റെ ആരോഗ്യനാളുകളിൽ നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന ആഹ്വാനത്തോടെയാണ് 2 സങ്കീർത്തനം സമാപിക്കുന്നത്. അവനെ ശരണം പ്രാപിക്കുന്നവരെല്ലാം ഭാഗ്യവാൻ. ഈ കഷ്ടാനുഭാഴ്ചയിൽ ഈ രാജസങ്കീർത്തനത്തെ നമുക്ക് ആശ്രയിക്കാം.